ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബു സിയാം സബഖ് 30. വകഥ ഇപ്രകാരം തന്നെ അന്നദറു നേർച്ചയാക്കിയ നോമ്പും അൽ കഫാറത്തു നോമ്പും. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് നേർച്ചയായ നോമ്പും കഫാറത്ത് നോമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടുന്നതിന് മുമ്പാണ് മരണപ്പെട്ടത്. എന്നാൽ അതിനെ വീണ്ടെടുക്കുന്നതിൽ അത് അയാൾക്ക് പകരം വലിയ നോമ്പ് അനുഷ്ഠിക്കുകയാണ് വേണ്ട, അതല്ല മുദ് ഇഖ്റാജ് ചെയ്യുകയാണോ വേണ്ടത്? തദാർക്ക് എന്തായാലും വേണം എന്ന് മേളി പറഞ്ഞു. 2 കൗലനുസരിച്ചും തദാർക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ നോമ്പ് അനുഷ്ഠിക്കുകയാണോ അതല്ല തആമ് ഇഖ്റാജ് ചെയ്യുകയാണോ എന്നതിൽ 2 അഭിപ്രായം ജദീദും ഖദീമും മേളിൽ പറഞ്ഞു. ജദീദായ അഭിപ്രായം അനുസരിച്ച് വലിയ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല, തആമ് ഇഖ്റാജ് ചെയ്താൽ മതി. ഖദീമാരുടെ അഭിപ്രായം അനുസരിച്ച് വലിയ നോമ്പ് അനുഷ്ഠിക്കാമെന്നാണ്. അതനുസരിച്ച് ഖദീം അനുസരിച്ച് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യാം, അതും ജായിസാണ്, ഇത്ആമും ജായിസാണ്. അപ്പോൾ അതാണ് അവിടെ മേളിൽ നമ്മൾ പറഞ്ഞ 2 കൗലനുസരിച്ചായാലും എന്ത് ചെയ്യണം, തദാർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ നദറിലും കഫാറത്തിലും അതുപോലെ ആ തദാർക്കിൽ എന്തുണ്ട്, അതിനെ വീണ്ടെടുക്കുന്നതിലുള്ള 2 കൗല്, അൽ കൗലാനി 2 കൗല് ഉണ്ട്. ഉൽത്തു ഞാൻ പറയുന്നു, നബിമാൻ പറയണം, അൽ ഖദീമു ഇവിടെ ഖദീമായ കൗല് ആണ് അൽഹറു. ഖുൽതു അൽ ഖദീമു ഹുന അൽഹറു. ഖദീമാണ് ഇവിടെ ഏറ്റവും ലാഹിറായത്. ഖാല ഫിർ റൗളത്തി, റൗളയിൽ നബിമാൻ പറഞ്ഞു. ഇത് മത്നി പറഞ്ഞ ഖുൽതു ഹുന അൽ അൽഹറു എന്ന് പറഞ്ഞതിന് തഈദായിട്ടാണ് റൗളയിൽ ഇബാറത്ത് പറയുന്നത്. ഷെർവാനി അവിടെ എഴുതിയിട്ടുണ്ട് തഈദ് ലിൽ മത്നി എന്ന്. അപ്പോൾ റൗളയിൽ നബിമാൻ പറഞ്ഞു, ലിൽ അഹാദീസി സഹീഹത്തി ഫീഹി, ഈ ഖദീമിലുള്ള സഹീഹായ ഹദീസിന് വേണ്ടി. അവിടെ റൗളയുടെ ഇബാറത്ത് തെഫേൽ കൊടുത്തിരിക്കുന്നത് വഫിർ റൗളത്തി അൽ മഷ്ഹൂറു ഫിൽ മദ്ഹബി തസ്ഹീഹുൽ ജദീദി വദഹബ ജമാഅത്തുൻ മിൻ മുഹഖിഖി അസ്ഹാബിനാ ഇലാ തസ്ഹീഹിൽ ഖദീമി. അൽ മഷ്ഹൂറു ഫിൽ മദ്ഹബി തസ്ഹീഹുൽ ജദീദി വദഹബ ജമാഅത്തുൻ മിൻ മുഹഖിഖി അസ്ഹാബിനാ ഇലാ തസ്ഹീഹിൽ ഖദീമി വഹുവ സവാബു ബൽ യംബഗി അൽ യജ്സുമു ബിഹി. ആ ഖദീം കൊണ്ട് ജസ്മ് ചെയ്യൽ അനിവാര്യമാണ്. ലിൽ അഹാദീസി സഹീഹത്തി വലൈസ ലിൽ ജദീദി ഹുജ്ജത്തുൻ മിന സുന്ന വൽ ഖബറുൽ വാരിദ് ബിൽ ഇത്ആമി ളഈഫുൻ. ഇന്ദഹ. ഇങ്ങനെയാണ് റൗളയിൽ നിന്ന് ഇബ്നു ഹജർ തങ്ങൾ കൊടുത്തേക്കുന്ന ഇബാറത്ത്. ഇവിടെ ഷാരിഹ് ആ രീതിയിലും അല്ല കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ റൗളയിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്ത് പറഞ്ഞതായിരിക്കും. ഇബ്നു ഹജർ തങ്ങൾ കൊടുത്ത അതേ ശൈലിയിലല്ല ഇവിടെ ഇബാറത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ലിൽ അഹാദീസ് സഹീഹത്തി ഫീഹി, ഏതായാലും ഖദീമായ അഭിപ്രായത്തിൽ ഉള്ള സഹീഹായ ഹദീസുകൾക്ക് വേണ്ടി. വദഹബ ഇലാ തസ്ഹീഹി, ഉണ്ടോ ഇതിൽ അങ്ങനെയാണ് എഴുതിയത്. വദഹബ ഇലാ തസ്ഹീഹിഹി ജമാഅത്തുൻ മിൻ മുഹഖിഖി അസ്ഹാബിന എന്നാണ്. മറ്റേ ഇബ്നു ഹജർ തങ്ങൾ എഴുതിയേക്കുന്നത് വദഹബ ജമാഅത്തുൻ മിൻ മുഹഖിഖി അസ്ഹാബിന ഇലാ തസ്ഹീഹിൽ ഖദീമി എന്നാണ്. വദഹബ ഇലാ തസ്ഹീഹി ജമാഅത്തുൻ മിൻ മുഹഖിഖി അസ്ഹാബിന, നമ്മുടെ അസ്ഹാബിൽ നിന്ന് അസ്ഹാബിലെ മുഹഖിഖീങ്ങളായ
ഉലമാക്കളിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു വിഭാഗം ഈ ഖദീമിനെ തന്നെ സഹിയാക്കുന്നതിലേക്ക് പോയിട്ടുണ്ട്. വൽ മഷ്ഹൂർ ഫിൽ മദ്ഹബി, മദ്ഹബിൽ മഷ്ഹൂർ എന്താണ്, തസ്ഹീഹുൽ ജദീദി, ജദീദിനെ തസ്ഹീഹാക്കലാണ് മഷ്ഹൂർ. അപ്പം പിന്നെ ഈ ഖദീമിനെ തസ്ഹീഹാക്കിയ ആളുകൾ പറയുന്നത് വൽ ഹദീസുൽ വാരിദ് ബിൽ ഇത്ആമി, ഈ ജദീദുകാർ തെളിവ് പിടിച്ചതായ ആ ഹദീസിൽ വന്ന ഇത്ആമ് കൊണ്ട് വന്ന ഹദീസ്, അതായത് വലിയ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല, പിന്നെ മുദ്ദ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ആ ഹദീസാകുന്നത് ലഈഫുൻ. ഖദീമുകാരുടെ അഭിപ്രായം അനുസരിച്ച് അത് ലഈഫാണ്. പിന്നെ ഹദീസ് ലഈഫാണെങ്കിലും അവിടെ ഷെർവാനിയിലൊക്കെ എഴുതി കൊടുത്തു മഅ്ലുഫിഹി ഫൽ ഇത്ആമു ലാ യംതനി ഇൻദൽ ഖായിലി ബിസൗമി, നോമ്പ് എടുക്കണം എന്ന്, വലിയ നോമ്പ് എടുക്കണമെന്ന് ഖദീമുകാർ പറയുന്നുണ്ടല്ലോ, ആ പറയുന്ന അഭിപ്രായം അനുസരിച്ച് അവരുടെ അടുക്കൽ എന്താണ്, ഇത്ആമു മുംതനി അല്ല. അതുകൊണ്ടാണ് മേളിൽ നമ്മൾ പറഞ്ഞത് യജൂസു ലഹു സൗമു അൻഹു യജൂസു ലഹുൽ ഇത്ആമു എന്ന് നേരത്തെ ഷാരിഹ് അവിടെ അങ്ങനെ തഫ്സീർ എടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്ആം കൊണ്ടുള്ള ഈ ജദീദുകാർ ദലീൽ പിടിച്ച ഹദീസാകുന്നത് ലൈഫാണ്. വഹുവ, ഏതാണ് ഹദീസ്? വഹുവ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. മം മാത വഅലൈഹി സിയാമു ഷഹരിൻ, ഒരാൾ മരണപ്പെട്ടു, അയാളുടെ മേൽ ഒരു മാസത്തെ നോമ്പുണ്ടായാൽ ഉള്ള നിലയിൽ അയാൾ മരണപ്പെട്ടാൽ ഫൽ യുത്അം അൻഹു മക്കാന കുല്ലി യൗമിൻ, അയാളെ തൊട്ട് ഭക്ഷണം കൊടുക്കപ്പെടട്ടെ, അയാളെ തൊട്ട് ഭക്ഷിപ്പിക്കപ്പെടട്ടെ, മക്കാന കുല്ലി യൗമിൻ, ഓരോ ദിവസത്തിൻ്റെ സ്ഥാനത്തും, മിസ്കീന്മാരെ, ഓരോ മിസ്കീന്മാരെ ഭക്ഷണം കൊടുക്കട്ടെ. റവാഹു ഇബ്നു മാജ വത്തുർമുദി, ഇബ്നു മാജയും തുർമുദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ സിയാമു ഷഹർ, ഒരു കൊല്ലത്തെ നോമ്പ് എന്ന് കൈത് കൊടുത്തത് ആ സായിലിനിക്ക് ജവാബായതുകൊണ്ട് അയക്കാമെന്ന് ഗബാർസ എഴുതി കൊടുത്തിട്ടുണ്ട്, അലീഷ് ഇബ്രാഹിം ലസിയുടെ ഇബാർത്ത്. അല്ലെങ്കിൽ എന്താണ്, ഒരു കൊല്ലം ഒരു മാസം ഒന്നും കൈത് കൊടുക്കേണ്ടതൊന്നുമില്ല. അപ്പം ഒരു മാസത്തെ നോമ്പല്ല, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ നോമ്പായാലും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഹുക്കുമോടെ വരും. അവിടെ സായിലിന് ജവാബായതുകൊണ്ട് അയക്കാം അവിടെ സിയാമു ഷഹർ എന്ന് പറഞ്ഞത്. വഖാല, തുർമുദി ഇമാം പറയുകയും ചെയ്തു, സഹീഹു, സഹീഹായ അഭിപ്രായം, വഖ്ഫുഹു, ഈ ഹദീസിനെ, ആ ഹദീസിനെ വഖഫ് ചെയ്യല, മൗഖൂഫാക്കലാണ്, അല റാവിഹി, അതിൻ്റെ റാവിയുടെ മേൽ. അതായത് മർഫൂആയ ഹദീസല്ല, മൗഖൂഫായ ഹദീസാണ്. ഈ ഒമിൻ അഹാദീസുൽ ഖദീമി, ഖദീമുകാരുടെ ഹദീസുകളിൽ പെട്ടതാണ്. മം മാത വഅലൈഹി സിയാമുൻ, ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മേൽ നോമ്പുണ്ടായാൽ, സാമാൻഹു വലിയുഹു, അയാളെ തൊട്ട് വലിയ എന്ത് ചെയ്യണം, നോമ്പ് അനുഷ്ഠിക്കണം. റവാഹു ഷെയ്ഖാനി, ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഏത് ഹദീസിൽ നിന്ന്? മിൻ ഹദീസ് ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ നിന്ന് ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തഅവ്വലഹു, ആ ഹദീസിനെ തഅ്വീൽ ചെയ്തു, നഹ്വഹു, അതുപോലത്തതിനെയും. ആര് തഅ്വീൽ ചെയ്തു? അൽ മുസഹിഹൂന ലിൽ ജദീദി, ജദീദായ അഭിപ്രായത്തെ സഹിയാക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? ഇതിനെ തഅ്വീൽ ചെയ്തു. എന്തുകൊണ്ട് തഅ്വീൽ ചെയ്തു? ബി അന്നൽ മുറാദ, അവിടുത്തെ ആ പറഞ്ഞ ഹദീസിൻ്റെ ഉദ്ദേശ്യം അൻ യഫ്അല വലിയുഹു, ആ മയ്യത്തിൻ്റെ വലിയ പ്രവർത്തിക്കുക എന്നതാണ്. എന്തിനെ പ്രവർത്തിക്കുക? മാ യഖൂമു മഖാമ സിയാമി, സിയാമിൻ്റെ മക്കാമിൽ നിൽക്കുന്ന ഒന്നിനെ പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സാമ അൻഹു വലിയുഹു എന്ന് പറഞ്ഞാൽ ആ സിയാമിൻ്റെ മക്കാമിൽ നിൽക്കുന്ന ഒന്നിനെ പ്രവർത്തിക്കുക എന്നാണല്ല, നോമ്പനുഷ്ഠിക്കുക എന്നല്ല. ഏതാണ് ആ മക്കാമിൽ നിൽക്കുന്ന? വഹുവൽ ഇത്ആമു, ഇത്ആമ് ഭക്ഷണം കൊടുക്കുക എന്നതാണ് സഹീഹാരെന്ത് ചെയ്യുന്നത്, അതിന് ഈ ഹദീസിനെ തഅ്വീൽ ചെയ്തുകൊണ്ട് പറഞ്ഞത്. കാരണം അങ്ങനെ അവർ തഅ്വീൽ ചെയ്യാൻ കാരണം എന്താണ്? കാരണം അന്ന സൗമ് എന്നുള്ളത് ഇബാദത്തും ബദനീയത്തുൻ, അതൊരു ശാരീരികമായ ആരാധനയാണ്. ലാ തദ്ഖുലുഹൻ നിയാബത്തു ഫിൽ ഹയാത്തി, ഹയാത്ത് കാലത്ത് ആ ശാരീരികമായ ആരാധനയിൽ എന്ത് ചെയ്യില്ല, പകരം നിയാബത്ത് പ്രവേശിക്കുകയില്ല. അപ്പോൾ ഫകദാലിക, അപ്രകാരം തന്നെ ബാദൽ മൗത്തി, മരണത്തിന് ശേഷവും, ജീവിതകാലത്ത് നിയാബത്ത് പ്രവേശിക്കില്ല, അപ്പം തന്നെ അതുപോലെ തന്നെ മരണശേഷവും
എന്താവില്ല, നിയാബത്ത് പ്രവേശിക്കുകയില്ല. ഇതുപോലെ കസലാത്തി, നിസ്കാരം പോലെ. നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ മരണശേഷം പിന്നെ അതിന് പകരം ആളും ചെയ്താൽ എന്താകില്ല, ശരിയാകില്ല എന്നതാണല്ലോ മുഅ്തമദ്. പിന്നെ സഹിയാകും എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പത്തൽമയിൽ. സുബക്കി ഇമാമും ഉമ്മാക്ക് വേണ്ടി നിസ്കരിച്ചു എന്നൊക്കെ കാണുന്നുണ്ട്. ഏതായാലും അത് മുഅ്തമദിനെതിരാണല്ലോ. അപ്പോൾ അത് ശാരീരികമായ ഇബാദത്തായതുകൊണ്ട് അതിൽ നിയാബത്ത് പ്രവേശിക്കുകയില്ല എന്നതാണ് ഇങ്ങനെ അവർ തഅ്വീൽ ചെയ്യാനുള്ള കാരണം. വൽ വലിയു, ഇപ്പം ഇവിടെ വലിയ നോമ്പനുഷ്ഠിക്കണം എന്നാണല്ലോ പറഞ്ഞത്. വൽ വലിയുല്ലദീ യസൂമു അലൽ ഖദീമി, ഖദീമ് പ്രകാരം നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ വലിയ ആരാണ്? ആ വലിയാകുന്നത് കുല്ലു ഖരീബിൻ, എല്ലാ ഖരീബുവാ. കുല്ലു ഖരീബിൻ അയ്യു ഖരീബിൻ കാന, അയ്യു ഖരീബിൻ കാന, അത് ഏത് ഖരീബാകട്ടെ എന്ന്. അവിടെ നിസ്കരിക്കുന്ന ഒരു തഫ്സീറിൻ്റെ പോയിട്ടുണ്ട്. രണ്ടാമത്തെ റഫ് കൊണ്ടാണ് വായിക്കേണ്ടത്. അത് വയ്യുൻ ഫി കലാമിഹി ബിർറഫ്ഇ ബദലുൻ ഔ അത്വു ബയാനി ലി കുല്ലിൻ, കുല്ലു ഖരീബ് എന്നുള്ളതിൻ്റെ ബദലായിട്ടോ അല്ലെങ്കിൽ അത്വു ബയാനായിട്ടോ. അതായത് അയ്യു ഖരീബിൻ കാന, ഏത് ഖരീബാണെങ്കിലും ഖരീബാകണം എന്നതാണ്. ആ വലിയ ഖരീബാണ്. അലൽ മുഖ്താരി, മുഖ്താർ ആയ അഭിപ്രായം അനുസരിച്ച്. ഏതിൽ നിന്നുള്ള മുഖ്താർ? മിൻ എഹ്തിമാലാത്തിൻ ലിൽ ഇമാമി, ഇമാമുൽ ഹറമൈനി തങ്ങൾക്കുള്ള എഹ്തിമാലാത്തുകളിൽ നിന്ന് മുഖ്താറായ അഭിപ്രായം അനുസരിച്ച് എല്ലാ ഖരീബുമാണ്. വഹിയ, ഏതാണ് ഇഹ്തിമാലാത്തുകൾ? വഹിയ, ആ ഇഹ്തിമാലാത്തുകളാകുന്നത് അന്നൽ മുഅ്തബറ, ഇവിടെ പരിഗണിക്കപ്പെടുന്നത് അൽ വിലായത്തു, ഈ വലിയ വിലായത്ത് ഉള്ള വലിയ, അതായത് വിലായത്ത് മാലി കൽ അബി വൽ ജദ്ദി ലിൽ മയ്യത്ത്, മയ്യത്തിൻ്റെ ജദ് അബു പോലുള്ള മാലിൻ്റെ വിലായത്ത്, അതാണ്. ആ വിലായത്തുള്ള ആളുകളാണ് ഈ മയ്യത്തിനെ തൊട്ട് ഈ പറഞ്ഞ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ഒരു എഹ്തിമാല്. കമാഫിൽ ഹദീസിൽ അങ്ങനെയാണല്ലോ, വലിയുഹു എന്നാണല്ലോ പറഞ്ഞത്. ഔ മുത്ലഖുൽ ഖറാബത്തി, അല്ലെങ്കിൽ മുത്ലഖൻ ഖറാബത്താണ്. അത് ഇർസിൻ്റെയോ അല്ലെങ്കിൽ അസബയുടെയോ അല്ലെങ്കിൽ മാലിൻ്റെ വിലായത്തോ എന്നൊന്നും ഇല്ലാതെ അലൽ ഇത്ലാഖ് ഖറാബത്ത് എന്നാണ് ഒരു എഹ്തിമാല്. ഔ ബി ഷർത്തിൽ ഇർസി അവിൽ അസൂബത്തി, അല്ലെങ്കിൽ ഇർസ് എന്ന ഷർത്ത് കൊണ്ടുള്ള ഖറാബത്ത്, അനന്തരം അവകാശികളായി വരുന്ന വലിയകൾ. അല്ലെങ്കിൽ അസബ കൊണ്ടുള്ള ഖറാബത്ത്. അസബ എന്ന് പറഞ്ഞാൽ മുഖത്തറത്തായ സഹമില്ലാത്ത ആളുകളാണല്ലോ അസബാക്കാർ. അവർ അൽ ഫുറൂദിൻ്റെ ഓഹരികൾ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഇവർക്ക് കിട്ടുന്ന ആളുകളാണല്ലോ അസബാക്കാർ. അതോടെ നമ്മൾ ഫറാദിൻ്റെ ബാബിലൊക്കെ പഠിച്ചാണ്. മകൻ്റെ മകന്, വാപ്പാടെ വാപ്പ, അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. വാപ്പയത്ത് സഹോദരന്മാർ, സഹോദരന്, അതുപോലെ തന്നെ പിതാവത്ത് സഹോദരൻ, അങ്ങനെ കുറേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ അസബ നിലക്കുള്ള ഖറാബത്താണ് എന്നും ഒരഭിപ്രായം. അപ്പോൾ ഇങ്ങനെ എന്തായി, ഇഹ്തിമാലാത്തുകൾ ഇമാമുൽ ഹറമൈനി തങ്ങൾക്ക് ഉണ്ട്. ആ ഇഹ്തിമാലാത്തിൽ നിന്ന് മുഖ്താറായ അഭിപ്രായം അനുസരിച്ച് കുല്ലു ഖറാബത്ത്, അത് മുത്തലഖുൽ ഖറാബത്താണ് പറഞ്ഞത്. കുല്ലു ഖരീബ് എന്നതാണ് മുഖ്താർ. ഖാല റാഫിയു, റാഫി ഇമാമു പറഞ്ഞു, വൈദാ ഫഹസ്ത അൻ നവാഇരിഹി, ഈ നോമ്പിൻ്റെ സമാനമായ വിഷയങ്ങൾ തൊട്ട് നീ പരിശോധന നടത്തിയാൽ, ചർച്ച ചെയ്ത് ബാസിൽ നീ എന്ത് ചെയ്തു,
പരിശോധന നടത്തിയാൽ വജത്ത നിനക്ക് എത്തിക്കും. നോമ്പിന് സമാനമായതെന്ന് പറഞ്ഞാൽ ഹജ്ജ് സക്കാത്ത് പോലെയുള്ളത്. പിന്നെ വജത്ത നിനക്ക് മനസ്സിലാകുന്നതാണ് എന്ത് അൽ അഷ്ബഹ ഏറ്റവും അഷ്ബഹായത് എന്ത് എഴുത്തിബാറൽ ഇർസി ഇർസിനെ എഴുത്തിബാറിനെ പരിഗണിക്കലാണ്. ഇർസിനെ പരിഗണിക്കലാണ് എന്നതാണ് അഷ്ബഹ് എന്ന് നിനക്ക് എത്തിക്കുമെന്ന് റാഫി ഇമാം പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞ കുല്ല് ഖരീബ് എന്നതല്ല, പിന്നെ ഇർസ് കൊണ്ടുള്ള ഖറാബത്തുകളാണ് എന്ന് മനസ്സിലാകുമെന്നാണ് റാഫി ഇമാമിൻ്റെ അഭിപ്രായം. ഇന്ദഹ ഒഫി സഹീഹ് മുസ്ലിമിൻ സഹീഹ് മുസ്ലിമിലുണ്ട് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാലലി ഇംറഅത്തിൻ ഒരു സ്ത്രീയോട് പറഞ്ഞു. എങ്ങനത്തെ സ്ത്രീയാണ്? കാലത്ത് അവർ പറഞ്ഞു ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു ഇന്ന ഉമ്മി മാത്തത്ത് തീർച്ചയായും എൻ്റെ ഉമ്മ മരണപ്പെട്ടു നബിയെ. വാലൈഹ സൗമു നദിരിൻ അവരുടെ മേൽ നേർച്ച നോമ്പുണ്ടായിരുന്നു ആ നിലയിൽ. അഫ അസൂമു അൻഹ അവളെ തൊട്ട് ഞാൻ നോമ്പനുഷ്ഠിക്കണമോ എന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു സൂമീ അൻ ഉമ്മിക്ക് നിൻ്റെ ഉമ്മയെ തൊട്ട് നീ നോമ്പനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. വഹാദ അപ്പോൾ ഈ പറഞ്ഞ സഹീഹ് മുസ്ലിം പറഞ്ഞ ഈ ഹദീസ് യുബത്തിലു അത് ബാത്തിലാക്കുന്നുണ്ട് ഇഹ്തിമാല വിലായത്തിൽ മാലിൻ്റെ വിലായത്തിൻ്റെ എഹ്തിമാലിനെയും വല്ല അസൂബത്തിൻ്റെ പിന്നെ വിലായത്തിൻ്റെ എഹ്തിമാലിനെയും എന്തിയാക്കുന്നുണ്ട് പിന്നെ ബാത്തിലാക്കുന്നത്. കാരണം ഇവിടെ ഈ പെണ്ണിനോടാണല്ലോ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത്. പെണ്ണെന്തായാലും മാലിൻ്റെ വിലായത്താകൂല, അതുപോലെ തന്നെ പെണ്ണ് ആരായിട്ടും വരത്തില്ല, ആസബക്കാരായിട്ടും പെണ്ണ് വരൂല്ലല്ലോ. അപ്പം പിന്നെ ആ രണ്ട് ഇഹ്തിമാലിനെയും ഈ ഹദീസ് എന്ത് ചെയ്യുന്നുണ്ട്? ബാത്തിലാക്കുന്നുണ്ട്. കമാ കാലഹു ഫി ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞ പോലെ. അപ്പോൾ മാലിൻ്റെ വിലായത്തും അസൂബത്തിൻ്റെ വിലായത്തും പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ എന്തായി? മുഖ്താർ പ്രകാരം കുല്ല് പിന്നെ ഏത് ഇർസിൻ്റെ വിലായത്ത് എന്നത് വരും. അല്ല, ഇർസിൻ്റെ വിലായത്തല്ല, മുത്തലക്കം ഖറാബത്ത്. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ